നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. വിപുലീകരിച്ചതിന് ശേഷം ഇടതുമുന്നണിയുടെ ആദ്യ യോഗം ഇന്ന്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നവോത്ഥാന വനിതാ മതിലിന്റെ തുടർച്ചയും ചർച്ച ചെയ്യും. സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. 2004 സമാന സാഹചര്യമെന്നാണ് CPM നേതൃത്വം വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി തലത്തിൽ CPM-ഉം CPI-യും ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും മണ്ഡലതലത്തിലും തെരഞ്ഞെടുപ്പ് ശില്പശാലകൾ പൂർത്തിയാക്കിയ CPM ബൂത്ത് തല ശില്പശാലകളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ CPI പാർട്ടി ക്ലാസുകളും തുടങ്ങി. മുന്നണി എന്ന നിലയിലുള്ള തയ്യാറെടുപ്പുകൾക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും ഇന്നത്തെ യോഗം പ്രാഥമിക രൂപം നൽകും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനതല പ്രചരണ ജാഥ നടത്തും. ഫെബ്രുവരി ആദ്യം ജാഥ ആരംഭിക്കാനാണ് ആലോചന. ശബരിമല സ്ത്രീ പ്രവേശനം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന കണക്കുകൂട്ടലിൽ അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് മുന്നണി രൂപം നൽകും. സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കാനുള്ള ചുവടുവയ്പായി ശബരിമല സ്ത്രീ പ്രവേശനത്തെ മുന്നണി ഉയർത്തിക്കാട്ടും. വനിതാ മതിലിന് ലഭിച്ച സ്വീകാര്യതയും LDF-ന് ആത്മവിശ്വാസം നൽകുന്നു. വനിതാ മതിലിലൂടെ പിന്നാക്ക സാമുദായിക സംഘടനകളുമായി അടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ അടുപ്പം നിലനിർത്താനായാൽ NSS ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. സീറ്റ് വിഭജന ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ലെങ്കിലും വൈകാതെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. INL, കേരള കോൺഗ്രസ് B, ജനാധിപത്യ കേരള കോൺഗ്രസ്, ലോക് താന്ത്രിക് ജനതാദൾ എന്നീ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്ന ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്നത്തേത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ UDF യോഗവും ഇന്ന് ചേരും. മുന്നണി പ്രവേശനത്തിനായി വിവിധ ചെറുകക്ഷികൾ കത്ത് നൽകിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണവും UDF യോഗത്തിൽ ചർച്ചയാകും. PC ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിനെ ലീഗും മാണിയും എതിർത്തേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ആലോചനയാണ് UDF യോഗത്തിന്റെ മുഖ്യ അജണ്ട. കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും RSPയും അടക്കം പഴയ മണ്ഡലങ്ങളിൽ മത്സരിക്കും. വീരേന്ദ്രകുമാർ മത്സരിച്ചിരുന്ന പാലക്കാട് കോൺഗ്രസ് ഏറ്റെടുക്കും. പതിവിന് വ്യത്യസ്തമായി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചരണം ആരംഭിക്കാനാണ് UDF നീക്കം. വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ള കോൺഗ്രസും ഇത്തവണ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണവും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. PC ജോർജ്, കാമരാജ് കോൺഗ്രസ്, JSSലെ രാജൻ ബാബു വിഭാഗം എന്നീ ചെറുകക്ഷികൾ UDF സഹകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന പൊതുവികാരം UDF-നകത്തുണ്ട്. പക്ഷേ PC ജോർജിന്റെ കാര്യത്തിൽ എതിർപ്പുയരും. ലീഗിലെ ഒരു വിഭാഗവും കേരള കോൺഗ്രസും PC ജോർജിനെ സഹകരിപ്പിക്കുന്നതിനെ തുറന്ന് എതിർക്കും. എതിർപ്പ് അവഗണിച്ച് PC ജോർജിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഹകരണമാകാം എന്നതാണ് കോൺഗ്രസ് നിലപാട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ പരമാവധി വേദിയിലെത്തിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാനാണ് UDF-ന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാട്ടെ ഖനന വിരുദ്ധ സമരസമിതിയുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വ്യവസായ മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിലാണ് ചർച്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിലാണ് സമരസമിതിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഖനനം തുടരാനും സീ വാഷിംഗ് നിർത്താനുമാണ് ഇന്നലെ ജനപ്രതിനിധികളുടെ ചർച്ചയിൽ ധാരണയായത്. ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ ഏജൻസിയെ നിയോഗിക്കാനും തീരുമാനമുണ്ട്. സമരസമിതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യങ്ങളിൽ അന്തിമ നിലപാട് സർക്കാർ പ്രഖ്യാപിക്കുക. KSRTC തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ലേബർ കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടക്കുക. പണിമുടക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകില്ല. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എപ്പോഴാണ് ചർച്ച? ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്? KSRTC തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലേബർ കമ്മീഷണറുമായി 10 മണിക്കാണ് ചർച്ച. ഇന്നലെ ഹൈക്കോടതി പണിമുടക്കുന്നത് വിലക്കിയിരുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളുടെ പ്രശ്നങ്ങൾ ലേബർ കമ്മീഷണറുമായി ചർച്ച നടത്തണം എന്നൊരു ആവശ്യവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ഇന്നലെ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. പ്രധാനമായും ഇവരുടെ പരാതി അശാസ്ത്രീയമായ ഷെഡ്യൂളും ഡ്യൂട്ടി പരിഷ്കരണവും ഒക്കെ സംബന്ധിച്ചാണ്. ഇത് ഈ മാസം 21 മുതൽ നടപ്പിലാക്കാൻ നേരത്തെ തീരുമാനിച്ചു. 20-ന് ശേഷമേ ഈ ശബരിമലയുടെ പൂൾ ചെയ്ത ബസ്സുകളുടെ ജീവനക്കാരും തിരികെ എത്തു എന്നതിനാലാണിത്. എന്നാൽ 29-ന് ട്രേഡ് യൂണിയനുകളുമായി വീണ്ടും ചർച്ച നടത്തും, മെക്കാനിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ കാര്യമായ തീരുമാനങ്ങൾ ഇന്ന് ലേബർ കമ്മീഷനുമായി നടത്തുന്ന ചർച്ചയിൽ ഉണ്ടാവാൻ ഇടയില്ല. പക്ഷേ KSRTC MD ടോമിൻ തച്ചങ്കരിക്കെതിരെ തൊഴിലാളി സംഘടനകൾ ലേബർ കമ്മീഷണർക്ക് പരാതി നൽകാനുള്ള സാധ്യതയുണ്ട് തന്നെയാണ്. ശരി കാർത്തിക്.
സ്വന്തം ഭൂമിയിൽ വനം വകുപ്പിന്റെ ഔദ്യാര്യം പറ്റി കഴിയേണ്ട അവസ്ഥയിൽ 42 ആദിവാസി കുടുംബങ്ങൾ. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിന്റെ വണ്ണേക്കോട് ആദിവാസി കോളനി നിവാസികൾക്കാണ് 36 വർഷമായി സ്വന്തമായിരുന്ന ഭൂമിയുടെ അവകാശം നഷ്ടമായിരിക്കുന്നത്. ഇവരുടെ ഉടമസ്ഥതയിലുള്ളത് നിക്ഷിപ്ത വനഭൂമിയാണെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. 2016 മുതൽ ഭൂനികുതി സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പും നിർത്തി. അച്ഛന് തമ്പുരാൻ്റെ നോട്ടക്കാരനായിട്ട് ഇത് കോലക്കാരുടെ ഭൂമിയായിരുന്നു. കോലക്കാരങ്ങനെ കുടിയന്മാരെ രീതിക്ക് പഴയ കണക്കിൽ അങ്ങനെ കൊടുത്തത് അച്ഛന്. മഞ്ചേരി കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 175 ഏക്കർ ഭൂമി എങ്ങനെ മുൻ തലമുറയ്ക്ക് സ്വന്തമായി എന്ന് പറയുകയാണ് രാമൻകുട്ടി. മുതുവാൻ കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ 24 പേർക്കായി 1960കളിലാണ് കോവിലകം 175 ഏക്കർ ഭൂമി വിട്ടു നൽകിയത്. 1980കളിൽ ഇവർക്ക് പട്ടയം ലഭിച്ചു. ഇന്ന് 42 കുടുംബങ്ങളിലായി 60 പേരാണ് ഇവിടെ താമസം. 2016 വരെ ഭൂനികുതി അടച്ചിരുന്നു. പക്ഷേ അതിനുശേഷം കഥ മാറി. റവന്യൂ വകുപ്പ് നികുതി സ്വീകരിക്കാതെയായി. 80 പട്ടയം കിട്ടിയിട്ട് 96 ജോയിന്റ് സർവേ, 97 റീസർവേ കഴിഞ്ഞ ഭൂമിയാണ്. 2016 വരെ നികുതി അടച്ച ഭൂമിയാണ്. ഞങ്ങളൊക്കെ വന്നതിന് ശേഷം, ഞങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്നവർക്ക്, ഞങ്ങൾ വന്നതിനൊക്കെ ശേഷം വന്ന് കുടിയേറിപ്പാർത്ത കർഷകർക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് എന്തും ചെയ്യാം. കാരണം അവർക്കുള്ള അതേ പട്ടയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ കോവിലങ്കാർ തന്ന ഭൂമിയാണ്, അവർക്കും കോവിലങ്കാർ കൊടുത്ത ഭൂമിയാണ്. ഞങ്ങൾക്ക് മാത്രം ഇങ്ങനൊരു പ്രശ്നമാണ്. പ്രദേശം നിക്ഷിപ്ത വനഭൂമിയാണെന്നാണ് വനം വകുപ്പിന്റെ വാദം. 971 തന്നെ ഭൂമി വനം വകുപ്പിന്റെ കൈവശമായിരുന്നെന്നും വകുപ്പ് അവകാശപ്പെടുന്നു. ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം ഇവിടെ താമസിക്കാം. പക്ഷേ ഭൂമി സ്വന്തമാകില്ല. വനം വകുപ്പിന്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ ആദിവാസികൾ തയ്യാറല്ല. ഇത് ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരായിട്ട് താമസിക്കുന്ന ഭൂമിയാണ്. വനാവകാശ പ്രകാരമുള്ള രേഖ വെണ്ണേക്കോട് കോളനിയിൽ ആവശ്യമല്ല. ഇപ്പൊ സർക്കാർ ചെയ്യേണ്ടത് നിലവിൽ ഞങ്ങൾക്ക് അനുവദിച്ച 24 പട്ടയം അത് നിലനിർത്തി തരിക. പരാതികൾ നിവേദനമാക്കി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ ആരും സഹായിച്ചില്ല. വനാവകാശ നിയമം നിർദ്ദേശിക്കുന്നത് പോലെ ഭൂമി സ്വന്തം പോലെ ആവുകയല്ല, സ്വന്തമാക്കുകയാണ് ഇവരുടെ ആവശ്യം. ഭൂമിയുടെ അവകാശവും അഭിമാനവും സംരക്ഷിക്കാൻ ഇവർ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. നിലമ്പൂർ വെണ്ണേക്കോട്ട് നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. റവന്യൂ വകുപ്പിന്റെ പിഴവാണ് വെണ്ണക്കോട്ടെ 175 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായതിന് കാരണമെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വനഭൂമിക്കാണ് റവന്യൂ വകുപ്പ് പട്ടയം നൽകിയത്. ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം മാത്രമേ ഇവിടെ താമസിക്കാൻ സാധിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് വനം വകുപ്പ്. 1971 നിക്ഷിപ്ത വന നിയമം നിലവിൽ വന്നത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വനഭൂമി മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു. 1977 വെണ്ണേക്കോട്ടെ 175 ഏക്കറും ഏറ്റെടുത്തുവെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിക്കാണ് പട്ടയം നൽകിയത്. ഇത് റവന്യൂ വകുപ്പിന്റെ പിഴവ് മൂലമാണെന്നും വനംവകുപ്പ് വിശദീകരിക്കുന്നു. So that time revenue department may not be knowing these kind of legal issues with legal complications in Forest Conservation Act or Forest Right Act, which is not illegal in my point of view. So the LD Patta issued itself is not illegal. വെണ്ണേക്കോട്ടെ ഭൂമിയുടെ പട്ടയതർക്കം സംബന്ധിച്ചും അവിടെ നിന്നും മരം മുറിക്കുന്നത് സംബന്ധിച്ചും നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം കോടതി വിധികൾ വനം വകുപ്പിന് അനുകൂലമായിട്ടായിരുന്നു. മേഖലയിലെ പട്ടയങ്ങൾ റദ്ദാക്കണമെന്ന് 2012 സർക്കാർ ഉത്തരവും പുറപ്പെടുവിച്ചു. അതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് പട്ടയം ലഭിക്കണമെങ്കിൽ വനഭൂമി സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യേണ്ടി വരുമെന്നും നിലമ്പൂർ നോർത്ത് DFO വിശദീകരിച്ചു. One is under Forest Conservation Act, another is Forest Right Act. For tribals, Government of India already promulgated the Forest Right Act. Other than Forest Right Pattas, if they need, then as per my knowledge, they have to go through the Forest Conservation Act. They have to purchase the government has to purchase the land to distribute among the tribals. വനാവകാശ നിയമപ്രകാരം ഭൂമിയിൽ താമസിക്കാൻ വയ്യുന്ന നിലപാടിൽ ആദിവാസികൾ ഉറച്ചു നിൽക്കുകയാണ്. വനം വകുപ്പിന്റെ കണക്കിൽ നിക്ഷിപ്ത വനഭൂമിയാണ് വെണ്ണേക്കോട്ടേത്. ഇത് വിട്ടുകൊടുത്താൽ ഇതിനെ പിൻപറ്റി നിരവധി സ്ഥലങ്ങൾ ഇതുപോലെ വിട്ടുകൊടുക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് വനം വകുപ്പ് കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. നിലമ്പൂരിൽ നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വലിയ പിഴവ് തന്നെയാണ്. റവന്യൂ വകുപ്പും വനം വകുപ്പും പരസ്പരം പഴിചാരുമ്പോൾ ഇല്ലാതാകുന്നത് വെണ്ണക്കോട്ടെ ആദിവാസികളുടെ ഭൂമി തന്നെയാണ്. അവർ സ്വന്തമെന്ന് കരുതിയ സ്വന്തമായിട്ടുള്ള അവരുടെ സമ്പാദ്യമാണ് ഇല്ലാതാവുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്?
ധന്യ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വിഷയം കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ 1968 തന്നെ ഈ ഭൂമി 175 ഏക്കർ ഭൂമി മഞ്ചേരി കോവിലകം ആദിവാസികൾക്ക് കൈമാറിയിരുന്നു. മഞ്ചേരി കോവിലകത്തെ കീഴടങ്ങായിരുന്നു ഈ ആദിവാസികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനു ശേഷം വന്ന നിയമപരമായ മാറ്റങ്ങൾ, അതായത് 1971 വന്ന ദേശീയ സംസ്ഥാന നിക്ഷിപ്ത വന നിയമം, അത് നടപ്പാക്കുന്ന കാര്യങ്ങളും അതിൽ ഈ ഭൂമി വനമേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പാക്കിയില്ല. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആദിവാസികൾക്കോ ഇതിന്റെ മുൻപ് കൈവശം വെച്ചവർക്കോ അറിവുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അവർക്ക് 1980കളിൽ പട്ടയം ലഭിച്ചു. അതായത് വനമേഖലയിലായിട്ട് പോലും 1977 നിക്ഷിപ്ത വനം ആക്കി മാറ്റിയിട്ട് പോലും 80കളിൽ അവർക്ക് പട്ടയം ലഭിക്കുകയും 36 വർഷത്തോളം അവർ ഈ ഭൂമി സ്വന്തം ഭൂമിയായി ഉപയോഗിച്ചു. അതായത് ഇവർ ഈ ഭൂമിയുടെ നികുതി അടച്ചിരുന്നു. ഈ ഭൂമി പണയം വെച്ചവർ വായ്പ എടുത്തിരുന്നു. സർക്കാരിന് ഒരാൾക്ക് കാർഷിക വായ്പകളും മറ്റും ലഭിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി വേണം, നികുതി അടയ്ക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇവർക്ക് ലഭ്യമായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ വനം വകുപ്പ് ഈ മേഖലയിൽ, ഈ നിക്ഷിപ്ത വനഭൂമിയിലെ ഈ പട്ടയത്തിനെതിരെയുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വന്നിരുന്നു. ഇതിനിടയിൽ ചില വനമേഖലയിൽ നിന്ന് മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട ചില കേസുകളുണ്ടായിരുന്നു. ഈ സ്വന്തം ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്നതിന് ആർക്കും തന്നെ നിയമപരമായിട്ട് ഒരു തടസ്സവുമില്ല, ചില പ്രത്യേക മരങ്ങൾ ഒഴികെ. പക്ഷേ വനമേഖലയിൽ നിന്ന് മരം മുറിക്കുന്നതിന് വനംവകുപ്പിന് അനുമതി വേണം. പക്ഷെ സ്വന്തം ഭൂമിയായിരുന്ന പട്ടയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആദിവാസികൾ ചിലർ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചിരുന്നു. ഈ നടപടിക്കെതിരെ വനംവകുപ്പ് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്നും അനുകൂല നിലപാടാണ് വനംവകുപ്പിന് ലഭ്യമായത്. തുടർന്നാണ് ഈ പട്ടയങ്ങളെല്ലാം തന്നെ റദ്ദാക്കാൻ 2012 വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിക്കുന്നത്. തുടരുക. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തക റജീന ചേരുന്നുണ്ട്. റജീന, ഇത്തരത്തിലാണ് ആദിവാസികൾ സ്വന്തമായി ഉണ്ടായിരുന്ന ഭൂമി, വണ്ണേക്കാടുള്ള അവരുടെ ഭൂമി വനം വകുപ്പിന്റേതാണ് എന്ന് വനം വകുപ്പ് പറയുന്നു. വനം വകുപ്പിന് സംഭവിച്ചിരിക്കുന്നത്, ഇവരോട് പറയുന്നത്, ആവശ്യപ്പെടുന്നത് അവരുടെ നിയമപ്രകാരം താമസിക്കുക. 2016 മുതൽ ഇവർ നികുതി അടയ്ക്കുന്നില്ല, നികുതി സ്വീകരിക്കുന്നില്ല എന്ന രീതിയിലാണ് ആദിവാസികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വനം വകുപ്പിന്റെ തീരുമാനപ്രകാരം ജീവിക്കാൻ അവർക്ക് അവിടെ താല്പര്യമില്ല എന്ന രീതിയിലും പ്രതികരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതിൽ എനിക്ക് തോന്നുന്നത് വേറെ ഒരു സമൂഹത്തിനോടും ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഒരു എന്താ പറയുക, ഒരു സിസ്റ്റത്തിനും കഴിയില്ല. കാരണം 1968 ഇത് കിട്ടുകയും 80 മുതൽ 36 വർഷത്തോളം ഇവര് പട്ടയം കിട്ടിയതിനു ശേഷം നികുതി അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം പെട്ടെന്ന് ഇവരുടേതല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുമ്പം വേറെ ആദിവാസി സമൂഹത്തിനോടല്ലാതെ വേറൊരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് തോന്നുന്നത് പ്രവർത്തക എന്ന നിലയിൽ റജീനയ്ക്ക് ഇല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എന്ത് ഇവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും? ഇത് മാറ്റാൻ വനംവകുപ്പിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇവർ ജീവിക്കണമെന്ന നിർബന്ധത്തിൽ നിന്ന് മാറ്റാൻ എന്ത് ചെയ്യാൻ സാധിക്കും? കൃത്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുകയും ഇതിൽ ആദിവാസി സമൂഹത്തിന് ഫേവറാവുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് സർക്കാരിന്റെ തീരുമാനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നത്. ഇത് ഏതാണ്ട് 36 വർഷത്തെ അവരുടെ ജീവിതമാണ്. കാരണം ഇവർ പറയും, നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, വർഷങ്ങളായി ഇവർ താമസിക്കുന്ന ഇവരുടെ കഴിഞ്ഞ തലമുറകളെല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇവരോട് പെട്ടെന്ന് അവരുടേതല്ല ഈ സ്ഥലം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഔദാര്യത്തിന്റെ പേരിൽ നിങ്ങൾ താമസിക്കൂ എന്ന രീതിയിലാണ് വനം വകുപ്പ് പെരുമാറിയിരിക്കുന്നത്. അതെ അതെ, അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇത് വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിനോട് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ? ആദിവാസികളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു നിലപാട് വരുന്നത്. അവര് പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം എന്നുള്ളതും സ്വന്തം പോലെ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം അവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണല്ലോ. ശരി, നന്ദി ശ്രീമതി റജീന. പ്രതികരിച്ചത് PT ഉസ്മാൻ ചേരുന്നു, ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ശ്രീ ഉസ്മാൻ, ഇത്തരത്തിലാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. വെണ്ണേക്കാട് കോളനിയുടേത് വനഭൂമി എന്നാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വന്തം ഭൂമിയല്ല. ആദിവാസികൾ വേണമെങ്കിൽ വനഭൂമി നിയമപ്രകാരം അവിടെ താമസിക്കൂ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ അവിടെ ഏത് രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കും? വെണ്ണേക്കോട് കോളനിയില് ഈ ആദിവാസികൾ അവരുടെ അപ്പൂപ്പന്മാരെ കാലം മുതൽ ഈ പ്രദേശത്ത് താമസിച്ചു വരുന്നതാണ്. 1980 ഇവർക്ക് സർക്കാർ പട്ടയം അനുവദിക്കുകയും
അതിന് ശേഷം 2016 വരെ നികുതി അടച്ച് കൈവശം വെച്ച് വരുന്നതുമായ ഈ ഭൂമി ഒരു സുപ്രഭാതത്തിൽ വനം വകുപ്പ് അവരോട് നികുതി സ്വീകരിക്കേണ്ടതില്ല, അവരുടെ നികുതി സ്വീകരിക്കേണ്ട ഇല്ല എന്ന് റവന്യൂ വകുപ്പിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. റവന്യൂ വകുപ്പ് ഇതിൽ നിസ്സഹായരാണ്. യഥാർത്ഥത്തിൽ വനം വകുപ്പ് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. ഗവൺമെന്റിലേക്ക് വിവരങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് നികുതി അടച്ച് അവർക്ക് കൈവശമുള്ള ഭൂമി ആയതുകൊണ്ട് നികുതി അടച്ച് കൊടുക്കേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി രേഖാമൂലം തന്നെ ഗവൺമെന്റിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ ആളുകളെ നികുതി അടച്ച് അവരുടെ കൈവശമുള്ള ഭൂമി നികുതി അടക്കാനുള്ള സൗകര്യങ്ങളും പറയുന്നതനുസരിച്ച് 2016 മുതൽ ഇവരുടെ നികുതി സ്വീകരിക്കുന്നില്ല. ഇവർക്ക് നികുതി അടയ്ക്കാഞ്ഞിട്ടല്ല, ഇവർ നികുതി അടച്ചതിന്റെ പേപ്പേഴ്സ് ഒക്കെ നമ്മളെ കാണിച്ചതാണ്. നികുതി സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതെ, നികുതി 2016 വരെ സ്വീകരിച്ച നികുതി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നതിനെ കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നില്ല. അവരിത് വെസ്റ്റഡ് ഫോറസ്റ്റ് ആണ് എന്നാണ് പറയണത്. അത് ഈ 2016 വെസ്റ്റഡ് ഫോറസ്റ്റ് ആയത്? അവിടെയാണ് നമ്മളെ സംശയം. തീർച്ചയായിട്ടും അവർക്ക് നികുതി അടക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ അഭിപ്രായം. ഈ വനംവകുപ്പ് ഇവരുടെ അവകാശം പിടിച്ചെടുക്കുകയാണ്. ഈ പിടിച്ചെടുക്കൽ മാറാൻ വേണ്ടി, ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഇവർക്ക് തിരിച്ച് ഇവരുടെ സ്വന്തം ഭൂമി ഇവർക്ക് തന്നെ തിരിച്ച് ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇവിടെ അവരെ അവിടുന്ന് ഇറക്കി വിടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം വന വകുപ്പ് നിയമപ്രകാരം അവർക്ക് അവിടെ ഉണ്ട്. പക്ഷെ അത് പോരാ, അവരെ അവിടെ സ്ഥിരമായിട്ട് അവർക്ക് നികുതി അടച്ചു കൊടുക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനല്ലാതെ ഗ്രാമപഞ്ചായത്തിന് മറ്റു നിർവാഹമൊന്നുമില്ല. വനാവകാശ നിയമം അനുസരിച്ച് അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് ആദിവാസികൾ ഉറച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ വനം വകുപ്പ് നിയമപ്രകാരം അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. അവരെ നീതി ലഭിക്കണം എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അപ്പൂപ്പന്മാരെ കാലം മുതൽ താമസിച്ചു വരുന്ന ആ ഭൂമി അവരുടേത് തന്നെയാണ്. അവിടെ ഒരു വിരോധാഭാസമുള്ളത്, അവിടെ മറ്റ് ജനറൽ ആളുകളായിട്ടുള്ള ആളുകളെ, കുടിയേറ്റക്കാരായ ആളുകളെ നികുതി ഇപ്പോഴും സ്വീകരിക്കുന്നു. ഇതേ ഭൂമിയിൽ തന്നെ സ്വീകരിക്കുന്നു എന്ന വസ്തുത നമ്മൾ ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്ന് പുനഃപരിശോധിക്കാം എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല. അടിയന്തരമായി നടപടി സ്വീകരിക്കണം, അവരുടെ നികുതി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ PT ഉസ്മാൻ പ്രതികരിച്ചതിന്. സ്വന്തം ഭൂമിയിലും സ്വസ്ഥതയില്ലാതായിരിക്കുകയാണ് ആദിവാസി കുടുംബങ്ങൾക്ക്. വണ്ണേക്കോട്ടെ 175 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വനഭൂമിക്കാണ് റവന്യൂ വകുപ്പ് പട്ടയം നൽകിയിരിക്കുന്നത്. ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം മാത്രമേ താമസിക്കാൻ സാധിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും വനം വകുപ്പുള്ളത്. അനുമോദ് വീണ്ടും ചേരുന്നു. അനുമോദ്, എത്ര കാലമായി, ഇപ്പോൾ 2016 മുതലാണ് ഇവർ നികുതി അടയ്ക്കാൻ ഇവർക്ക് സാധിക്കാത്തത്, എത്ര കാലമായി വനം വകുപ്പ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ആദിവാസികളോട് നടത്തുന്നു? ഇല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റാനുള്ള വനംവകുപ്പിന്റെ ശ്രമം തുടങ്ങിയിട്ട് എത്ര കാലമായി? 1971 സംസ്ഥാനത്ത് നിക്ഷിപ്ത വന നിയമം നിലവിൽ വരുന്നത്. അതായത് അതുവരെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന വനഭൂമിയെല്ലാം സർക്കാരിന്റേതായി ഏറ്റെടുക്കുന്ന, നിക്ഷിപ്ത വനമേഖലയായി ഏറ്റെടുക്കുന്ന നിയമമാണ് 1971 പുറപ്പെടുവിച്ചത്. ഈ നിയമം പുറപ്പെടുവിച്ച സമയം മുതൽ തന്നെ ഈ മേഖല, ഈ 175 ഏക്കർ നിക്ഷിപ്ത വനമേഖലയായി ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. 1977 മുതൽ ഈ മേഖല നിക്ഷിപ്ത വനമേഖലയാണെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. അതായത് 1977 മുതൽ ഇത് വനംവകുപ്പിന്റെ കണക്കിൽ നിക്ഷിപ്ത വനഭൂമി തന്നെയാണ്. ആ കാലഘട്ടത്തിലാണ് 80-ൽ ഇവർക്ക് റവന്യൂ വകുപ്പ് പട്ടയം നൽകുന്നത്. അതായത് വനമേഖലയിൽ പട്ടയം നൽകിയെന്നാണ് വനംവകുപ്പിന്റെ ആരോപണം. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവിടെ സംഭവിച്ചത് ഒന്നുകിൽ ഈ റവന്യൂ അധികൃതർക്ക് നൽകി വന്ന പിഴവായിരിക്കും. അതായത് വനമേഖലയാണെന്നും ഇതിന്റെ നിയമക്കുരുക്കളുണ്ടോ എന്നും ഇതിൽ കോടതിയിൽ കേസുകളുണ്ടോ എന്നും നിരീക്ഷിക്കാതെ, അറിയാതെ വനംവകുപ്പിന്റെ പെർമിഷൻ ഇല്ലാതെ പട്ടയം നൽകിയത് ആയിരിക്കാം ഒരു പ്രശ്നത്തിന് കാരണം. അതല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ ഏതൊരു ഭൂമിയും സർക്കാരിലേക്ക് ഏറ്റെടുക്കും, നിക്ഷിപ്ത വനമേഖലയിലേക്ക് ഏറ്റെടുക്കുമ്പോൾ ആ മേഖലയെ കുറിച്ച് വിശദമായ പഠനം നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടോ, അവകാശങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. പക്ഷെ ആദിവാസികളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് വലിയ ജ്ഞാനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിയമങ്ങളോ മറ്റ് നൂലാമാലകളോ ഒന്നും തന്നെ ഇവർ അറിയാതെ പോയി. പക്ഷെ ഇവർ അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് അത് കാലം കടന്നുപോയി എന്നതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ,
ശരിയാണ് അനുമോദ്. എന്തായാലും സ്വന്തം ഭൂമിയിൽ വനംവകുപ്പിന്റെ ഔദാര്യം പറ്റി കഴിയേണ്ട അവസ്ഥയിലാണ് 42 ആദിവാസി കുടുംബങ്ങൾ. നിലമ്പൂർ വണ്ണേക്കാട് കോളനിയിലേത് വനഭൂമിയാണെന്നാണ് വനം വകുപ്പ് ഇപ്പോഴും പറയുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ വണ്ണേക്കോട് ആദിവാസി കോളനി നിവാസികൾക്കാണ് 36 വർഷമായി സ്വന്തമായിരുന്ന ഭൂമിയുടെ അവകാശം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഉടമസ്ഥതയിലുള്ളത് നിക്ഷിപ്ത വനം ഭൂമിയാണെന്ന് വനം വകുപ്പ് നിലപാടെടുത്തിരിക്കുന്നു. 2016 മുതൽ ഇവർക്ക് ഭൂനികുതി സ്വീകരിക്കുന്നതിന് റവന്യൂ വകുപ്പും നിർത്തിയിരിക്കുകയാണ്. CV അനുമോദാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പ്രതികരിച്ചവർക്ക് നന്ദി. മുനമ്പം മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച വാഹനം പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് ആളുകളെ കൊണ്ടുപോയ ടെമ്പോ ട്രാവലറാണ് കണ്ടെത്തിയത്. ഓൺലൈൻ വഴിയാണ് വാഹനം ബുക്ക് ചെയ്തത്. കേസ് അന്വേഷണത്തിന് ഏറെ നിർണായകമാവുന്ന ഒരു തെളിവ് കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. VV വിനോദ് ചേരുന്നു. വിനോദ്, എപ്പോഴാണ് വാഹനം കണ്ടെത്തിയത്? മറ്റെന്തെങ്കിലും തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ധന്യ, മനുഷ്യക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ ശ്രീകാന്തിന്റെ നേതൃത്വത്തിലാണ് സംഘം തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരേക്ക് പോയത്. ഇവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച വാഹനമാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ടെമ്പോ ട്രാവലറിലായിരുന്നു തൃശൂരേക്കുള്ള യാത്ര. ക്ഷേത്ര ദർശനത്തിന് എന്ന് പറഞ്ഞാണ് ഇവർ ഈ വാഹനം വാടകയ്ക്കെടുത്തത്. ഓൺലൈൻ വഴിയാണ് വാഹനം ബുക്ക് ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ സംഘത്തെ ഇറക്കിയെന്നാണ് ഡ്രൈവർ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ഇവർ കേരളത്തിൽ നിന്ന് കടന്നു എന്ന് കരുതുന്ന ബോട്ട് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ വസതിയിലും പരിശോധന നടത്തിയിരുന്നു. ശരി വിനോദ്. മുനമ്പം മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച വാഹനം കണ്ടെത്തിയിരിക്കുന്നു. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. BCCI ഇടക്കാല ഭരണസമിതിയുടെ ഭാവി സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തി BCCIക്ക് തന്നെ ഭരണ ചുമതല നൽകണമെന്നാണ് ഇടക്കാല സമിതിയുടെ ആവശ്യം. എന്നാൽ ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കാൻ ഭൂരിപക്ഷം സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളും തയ്യാറായിട്ടില്ല. പ്രായപരിധി അടക്കമുള്ള വ്യവസ്ഥകൾ നടപ്പാക്കാത്ത സംസ്ഥാന അസോസിയേഷനുകളുടെ വോട്ടവകാശം റദ്ദാക്കണമെന്ന് ഇടക്കാല സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. BCCI CEO രാഹുൽ ജോറിക്കെതിരായ മീടു ആരോപണത്തിലെ അന്വേഷണ റിപ്പോർട്ട് പരസ്യമാക്കണമെന്ന ഹർജിയും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും.